ഒരു ഇതിലുമില്ല. ഏത് പീരീഡ്സ്. അടുത്തത് മുടി ഒരു രസമില്ല അല്ലേ? റെഡിയാ കടേട്ടാ. ഹായ് ഗായ്സ്, Q&Aയുടെ സെക്കൻഡ് പാർട്ടാണിത്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പറയാനുണ്ടായിരുന്നു, അപ്പം അത് പറയാനാണ്. അപ്പം തുടങ്ങാം. യൂസ് ചെയ്യുന്ന ഫോൺ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. iPhone 14 ആണ് ഞാൻ യൂസ് ചെയ്യണേ. പിന്നെ വെഡ്ഡിങ് പ്ലാൻ വല്ലതും ഉണ്ടോ എന്നാണ് ചോദ്യം. അടുത്തത് ഇല്ല, വെഡ്ഡിങ് പ്ലാൻ ഇല്ല. കാരണം കല്യാണത്തിനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഗൗരി മുരളി ചോദിച്ചിട്ടുണ്ട്. മോഡേൺ ലുക്കാണോ? മോഡേൺ ലുക്ക് ഓർ ട്രഡീഷണൽ ലുക്ക്? അപ്പം ഇതിലേതെങ്കിലും ഏതാ ഇഷ്ടം എന്നാവും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ? എനിക്ക് ട്രഡീഷണലാണ് ഇഷ്ടം. കാരണം എനിക്ക് കുറി തൊടാണ്ട് പുറത്ത് പോകാൻ ഇഷ്ടമല്ല. ഈ കുറി എപ്പോഴും ഇങ്ങനെ തൊട്ടിരിക്കണം. അതുകൊണ്ടും പിന്നെ വലിയ കമ്മലൊക്കെ ഇടണ്ടേ, അപ്പം അതിന് എനിക്ക് ട്രഡീഷണൽ ലുക്കിനോടാണ് താല്പര്യം. അശ്വിനി ഷിബു എത്ര നാൾ പല്ലി കെട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാനൊരു 15 മാസം കെട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 1.25 വർഷം. യൂസറാണ്. ഇതൊന്നുമില്ല, നെയിമൊന്നുമില്ല. ഒരു യൂസർ, പിന്നെ വയസ്സ് 5 എന്തൊക്കെ പേര്. ചേച്ചിയുടെ ഫ്രണ്ട് നന്ദുവിൻ്റെ വെഡ്ഡിങ് എപ്പോഴാണ്? അവളുടെ ഒക്ടോബർ 27 ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കണേ. ഇനി അറിയില്ല, ഡേറ്റ് അവർ മാറ്റുമോ എന്ന് നമുക്കറിയില്ല. ഒക്ടോബർ 27 ചേച്ചിയുടെ ഫസ്റ്റ് ഹെയർ ഫോട്ടോ കാണിക്കുമെന്ന്. കാണിക്കാം, നിൽക്കട്ടെ, തപ്പട്ടെ. ഒരു പല്ല് കെട്ടിയ സമയത്തത്തെ ഫോട്ടോ കാണിച്ചു തരാം. ഓ, ഇത് കാണൂല. ഇതാണ് എൻ്റെ ഹെയർ. ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയൊക്കെ. ഓ, കണ്ണൊക്കെ എഴുതി വെച്ചിക്കണം നോക്ക്. ഇപ്പം ഞാൻ കണ്ണ എഴുതില്ല കേട്ടാ. ഇപ്പം ഇങ്ങനെ മണ്ടയിൽ മാത്രം എഴുതിക്കും. ഇത് വേറെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടാ മുടിയുടെ. ഭയങ്കര ചെയ്യുന്നതൊക്കെ. പിന്നെ അഞ്ജലി അശോക് ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ എവിടെയാ വീടെന്ന്. തൃശ്ശൂർ എണ്ണുത്തിന്നുള്ളിൽ പോണാട്ടാ, മാടകത്ര. ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഫാത്തിമ 86-58. ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ആഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റായിട്ട് പീരീഡ്സ് ആയത്. പക്ഷേ ഞാൻ അറിഞ്ഞത് ആഗസ്റ്റ് 2-ാം തീയതിയാണ്. കാരണം അന്ന് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും പണിക്ക് പോയിക്കായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ അന്ന് വയ്യ. ആഗസ്റ്റ് 1-ാം തീയതി എനിക്ക് ഞാൻ പക്ഷെ 8-ൽ പഠിക്കണേ, 12 വയസ്സ്. എന്നിട്ട് എനിക്ക് വയ്യാണ്ട് ഞാൻ കിടന്നു. വയറുവേദനയൊന്നും ഇല്ല എനിക്ക്, വയ്യാണ്ട് കിടന്നു. ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോയി. പിറ്റേ ദിവസം കാലത്ത് ഞാൻ അമ്മയും കൂടി അലക്കാൻ വേണ്ടി കുളത്തിൽ പോയിരുന്ന ഞാൻ കുളിച്ച് മാറി ഡ്രസ്സ് ഇങ്ങനെ അമ്മ എടുത്തപ്പോഴാണ് അമ്മയ്ക്കൊരു ഡൗട്ട്. അപ്പം അമ്മ എന്നെ അപ്പം തന്നെ വീട്ടിൽ കൊടുന്നു. അപ്പം തന്നെ മനസ്സിലായി. അങ്ങനെയാണ് ഉണ്ടായ. എന്താ പറയുക, ഞാനൊക്കെ ആ സമയത്ത് പേടിച്ച് ഇല്ലാണ്ടായി. അതിപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അങ്ങനെയാവുമല്ലോ. അങ്ങനെയായിരുന്നു. ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞാൻ എൻ്റെതായ ആൾക്കാരുടെ അടുത്ത് നല്ല കലപില എന്ന് സംസാരിക്കും. ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ പുറത്തിറങ്ങിയ കാമ ശിവ മിണ്ടില്ല. ഡിംപിൾ സീക്രട്ട് പറയാൻ ചോദിച്ചിട്ടുണ്ട്. ബസ് താനയോർത്തമ്മ. ഞങ്ങളുടെ ബസ്സിൻ്റെ പേരായിട്ടാ പറഞ്ഞ ഞാൻ. ഡിംപിൾ സീക്രട്ട് എന്ന് പറയുമ്പോൾ അയ്യോ കാണില്ലല്ലോ. എനിക്കിത് മാത്രമല്ല, ഒരു സൈഡുള്ള, 2 സൈഡില്ല. പിന്നെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് ഈ നുണക്കുഴി ഉണ്ട് തന്നെ ഞാൻ അറിഞ്ഞത് എപ്പോഴാണ് പ്ലസ് 1 പ്ലസ് 2 പഠിക്കുമ്പോഴാണ് തോന്നുന്നു. കാരണം ഞാൻ മുന്നേ ചിരിക്കാറില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ചിരി എങ്ങനെയാണെന്ന് അറിയും. ഞാൻ ഇങ്ങനെ ചിരിക്കാറില്ല, പല്ലായിട്ട് ചിരിക്കാറില്ല. പല്ല് ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെ വെച്ചതാ ഒരു പീസ്. ഇപ്പോഴൊന്നല്ല, ഒരു 4-5 കൊല്ലമുണ്ട്. ഞാൻ പ്ലസ് 2-ൽ പല്ല് കെട്ടിയതൊക്കെ അഴിച്ച് അങ്ങനെ പ്ലസ് 1 ആയപ്പോൾ പല്ല് കെട്ടിയപ്പോൾ തന്നെ ഞാൻ പിന്നെ ചിരിച്ചു തുടങ്ങി.
ചിരിച്ചിറങ്ങിയപ്പോഴാണ് നോണക്കുയി. പിന്നെ എപ്പോഴും ചിരിയായിരുന്നു. പല്ല് കെട്ടിട്ട് ഞാൻ കണ്ടില്ല നേരത്തെ ഫോട്ടോയിലൊക്കെ, അതിലൊക്കെ ഇങ്ങനെ ചിരിച്ചിക്കും. അങ്ങനെയാണ്. അതിൻ്റെ സീക്രട്ടൊന്നുമില്ല, ഇതൊരു വൈകല്യമെന്നാണ് ഞാൻ കേട്ടിരിക്കണം, എനിക്കറിയില്ല. സ്കിൻ കെയർ തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു? സ്കിൻ കെയർ ഇപ്പം എന്താ, ഞാൻ ഡിഗ്രി 3rd ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ട് കോളേജിൽ പോയിക്കണത്. അതിന് മുന്നൊന്നും ഇടാറില്ല. സൺസ്ക്രീൻ ഇടുമ്പേ വിയർക്കുക, അപ്പം ഞാൻ അതവിടെ ഇട്ടു. പിന്നെ എന്തിനു ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് അത് വിയർത്ത് പോവാന്ന് പറയുമ്പോൾ ഇതല്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ സ്കിപ്പടിച്ച് വിടാറുണ്ട്. ഞാൻ ഒന്നും ചെയ്യാറില്ല, കുറേ പൗഡറൊക്കെ ഇട്ട് പുട്ടിയിട്ട് പോവും, അങ്ങനെ ചെയ്യാറ്. പിന്നെ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടടങ്ങി. അപ്പം പിന്നെ ഇപ്പം എപ്പോഴും ഇടും. പണ്ടത്തെ ഫോട്ടോയിൽ പല്ല് പൊട്ടിയ പോലെ ഉണ്ടായിരുന്നല്ലോ, അതെന്ത് പറ്റിയതാന്ന്. അത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ മറ്റേ എന്തിട്ടാ വാട്ടറാ, എന്ത് വാട്ടറാ, വാട്ടർ എന്ത് ചെയ്യുമാ അതിന്റെ പേര് ഞാൻ മറന്നു. അതെന്തെങ്കിലും ആട്ടെ. ഒരു കളി കളിച്ചതാ ഞങ്ങളെല്ലാ പിള്ളേരും കൂടിയിട്ട്. അങ്ങനെ ജല്ലയുടെ മുകളിൽ ഞാൻ പൊത്തിപ്പിടിച്ച് കയറി. അപ്പം നേരെ പറഞ്ഞ താട്ടിക്ക് വീണു. ഇതിങ്ങനെ കമ്മന്നടിച്ച് വീണപ്പോൾ പല്ല് പൊട്ടി. ഈ പല്ല് പൊട്ടുകയും ചെയ്തു, ഈ പല്ല് പറഞ്ഞു പോവുകയും ചെയ്തു. വയറടിച്ച് വീണിട്ട് ഞാൻ അവിടെ കിടന്ന് സൈക്കിൾ ചവിട്ടായിരുന്നു. എൻ്റെ പിള്ളേരൊക്കെ എന്നെ സൈക്കിൾ ചവിട്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെ മതി. ഏറെക്കുറെ ഏകദേശം ഞാൻ എല്ലാവരും ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറെക്കുറെ ചോദിച്ചതൊക്കെ കുറേ പേര് സെയിം എന്നെ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകാത്തത്. അപ്പം ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.